ഈ സിന്ദൂരം പെണ്ണിന്റെ സീമന്തരേഖയിൽ ചാർത്തിക്കൊള്ളൂ. ചാർത്തിക്കൊള്ളൂ. ഭർത്താവിന്റെ നെറ്റിയിലും ചാർത്തിക്കൊള്ളൂ. ഇത് താലിയും ചാർത്തു. ഇനി ഭാര്യാപിതാവ് വരന്റെയും വധുവിന്റെയും കൈകൾ തമ്മിൽ ചേർത്ത് വെച്ചോളൂ. ദീർഘസുമംഗലീ ഭവ, ദീർഘായുഷ്മാൻ ഭവ, പുത്രപൗത്രാദി സൗഭാഗ്യം ഭവ. ഹലോ, ഞാനിപ്പോ ക്ഷേത്രത്തിലാ. എത്താൻ കുറച്ച് ലേറ്റാവും. ഞാൻ വിളിച്ചോളാം. സമ്മാനമായിട്ട് ഇപ്പൊ ഞാൻ എന്താ ചോദിക്കാം? സച്ചേട്ടനെ തന്നെ എനിക്ക് തരുമോന്ന് ചോദിച്ചാലോ? എന്റെ ജീവനേക്കാൾ വിലയുള്ളതല്ലേ? ഓക്കെ. ഇതുവരെ തീരുമാനമായില്ലേ എന്ത് ചോദിക്കണമെന്ന്? ചോദിക്കട്ടെ? ചോദിക്കേ. എന്തും ചോദിക്കാലോ. അത് ഞാൻ പറഞ്ഞല്ലോ. ഞാൻ കണ്ണടച്ച് ചോദിക്കാം. കണ്ണു തുറക്കുമ്പോ ആ സമ്മാനം കിട്ടിയാലോ? ശരി, അങ്ങനെ ആയിക്കോട്ടെ. ശരി, ഞാൻ കണ്ണടച്ചു. പക്ഷേ അതെങ്ങനെ ചോദിക്കണമെന്നും എന്ത് പറഞ്ഞു തുടങ്ങണമെന്നും ഒരു പേടി. ഒരു മിനിറ്റ്. എന്റെ സമ്മാനം അവിവേകമാണെങ്കിൽ ക്ഷമിക്കണം. എനിക്കിതല്ലാതെ ഈ ക്ഷേത്രമുറ്റത്ത് നിന്ന് സച്ചേട്ടനോടൊന്നും ചോദിക്കാൻ കഴിയില്ല. എന്നും എന്റെ കൂടെ സച്ചേട്ടൻ ഉണ്ടായാൽ മതി. അങ്ങനെ ഒരു വാക്ക് എനിക്ക് സമ്മാനമായിട്ട് തരാൻ കഴിയോ? സച്ചേട്ടാ, സച്ചേട്ടാ.
എല്ലാവരും ഒത്തിരി നേരമായിട്ട് കാത്തിരിക്കുക സച്ചേട്ടാ. ഹലോ. ആ സർ, ഗുഡ് മോർണിംഗ്. ഞാൻ അങ്ങോട്ട് വിളിക്കണമെന്ന് വിചാരിച്ചിരുന്നതാ. കുറച്ച് ബിസി ആയിപ്പോയി. നമ്മൾ സംസാരിച്ച കരാറിന്റെ ടോക്കൺ മണി കൊടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് നാളെയാണ്. അറിയാം, ഞാൻ മറന്നിട്ടില്ല. മറന്നാൽ പിന്നെ ദുഃഖിച്ചിട്ട് കാര്യമില്ല. പ്രൈം പ്രോജക്റ്റാണ്. നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്റെ റെപ്യൂട്ടഡ് ക്ലയന്റിനെ വെട്ടിത്തരുന്നതാണ്. ടൈം തെറ്റിച്ചാൽ അത് എനിക്കും ആവന്തിയേക്കും ബുദ്ധിമുട്ടാകും. നോ സർ, ഞാൻ അങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ടാക്കുന്ന സാറിന് തോന്നുന്നുണ്ടോ? അവന്തികയുടെ വാക്കാണ് സർ. അറിയാലോ, നമ്മുടെ ആദ്യത്തെ ഡീലല്ലേ, 10 lakhs, 10 ലക്ഷം. നാളെ തന്നെ ലിക്വിഡ് ക്യാഷാണ്. ഓക്കെ? ഓക്കെ സർ, ഡൺ. അവന്തികയുടെ ബിസിനസ് സാമ്രാജ്യത്തിന്റെ തറക്കല്ല് നാളെ ഇടുകയാണ്. അതും നെല്ലിശ്ശേരി കമ്പനിയിൽ നിന്നും ആരും അറിയാതെ ഒരു ആണിക്കല്ല് ഇളക്കിക്കൊണ്ട് തന്നെ അവന്തിക തുടങ്ങുന്നു. മേഡം, ബാങ്കിൽ നിന്നും പണം വിത്ഡ്രോ ചെയ്യുന്ന കാര്യം എന്തായി വിജയ്? അതൊക്കെയാണ് മേഡം. ബാങ്ക് മാനേജറെ ഒന്ന് കാണണം. ഇത്രയും തുക ഒന്നിച്ച് വിത്ഡ്രോ ചെയ്യാൻ പ്രൊവിഷൻ ഇല്ലല്ലോ. ഞാൻ സംസാരിച്ച് ക്ലിയർ ചെയ്യാം. പിന്നെ ബാങ്ക് മാനേജർക്ക് എന്തെങ്കിലും കൊടുക്കേണ്ടി വരും. അതെന്താന്ന് വെച്ചാൽ താൻ ചെയ്തോ? അതൊക്കെ ഞാൻ ചെയ്തോളാം. സച്ചിയുടെ ഒപ്പ് ശ്രദ്ധിച്ചിരുന്നു. അത് പിന്നെ തന്നോട് പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ. ഇന്ന് തന്നെ കിട്ടണം, എത്ര ലേറ്റ് ആയാലും. ഓക്കെ മേഡം. ഓക്കെ. സച്ചേട്ടന് പോവാൻ പറ്റാത്തതിലെ വിഷമമുണ്ടോ? കമ്പനിയിലെ കാര്യങ്ങളൊന്നും ഇവർക്കൊന്നും അറിയില്ലല്ലോ, അതുകൊണ്ടാ അവര് പോണ്ടെന്ന് പറഞ്ഞത്. എല്ലാരും നമ്മൾ വന്നതിന്റെ സന്തോഷത്തിലാ. അതൊരു നിമിഷം കൊണ്ട് തല്ലിക്കെടുത്തിട്ട് പോകാൻ എളുപ്പമാ. അതിന് മനസ്സ് തോന്നിയില്ല. ഞാൻ കരുതി സച്ചേട്ടൻ ദേഷ്യത്തിലായിരിക്കുമെന്ന്. ദേഷ്യപ്പെടാനൊന്നുമില്ലല്ലോ. സ്നേഹിക്കുന്നവരുടെ താല്പര്യത്തിന് നമ്മൾ എപ്പോഴും പരിഗണന കൊടുക്കണം. അതവരെ ബഹുമാനിക്കുന്നതിനും തിരിച്ച് സ്നേഹിക്കുന്നതിനും തുല്യമാണ്. ഇത്രയും വിശാലമായ മനസ്സുണ്ടല്ലേ സച്ചേട്ടന്? എനിക്ക് വിശാലമായ മനസ്സാണോന്നൊന്നും അറിയില്ല അർച്ചന. പലപ്പോഴും സ്നേഹിക്കുന്നവരെ സങ്കടപ്പെടുത്താനും അവരോട് നോ പറയാനും എനിക്ക് കഴിയില്ല. അത് എൻ്റെ ഒരു വീക്ക്നെസ് ആയിട്ടാ എല്ലാവരും പറയാറ്. സ്നേഹം ഒരു വീക്ക്നെസ് അല്ല സച്ചേട്ടാ, അതൊരു ക്വാളിറ്റിയാണ്. സച്ചേട്ടന് മാത്രമല്ല, എന്റെ ജീവിതത്തിലും ഇന്നത്തെ ദിവസം ഓർമ്മിക്കപ്പെടും. എങ്ങനെ? സന്തോഷമായിട്ടോ അതോ സങ്കടമായിട്ടോ? നമുക്ക് രണ്ടാൾക്കും ഈ ദിവസം എങ്ങനെയാണ് എന്നത് വിചിത്രമാണ്. സച്ചേട്ടന് ഈ ദിവസം എന്തായിട്ടാ അല്ലെങ്കിൽ എങ്ങനെയായിട്ടാ തോന്നിയത്? അതിനുത്തരം ഒറ്റ വാക്കിൽ പറയാൻ കഴിയില്ല. അതെന്താ? അതങ്ങനെയാ. തനിക്ക് പറ്റൂ ഒറ്റ വാക്കിൽ പറയാൻ? ഇല്ല. അതെന്താ? ഒരു നിസ്സംഗതയുണ്ടല്ലോ, ഇതാണ് ആ ചോദ്യത്തിന് ഉത്തരം. നിസ്സംഗതയല്ല സച്ചേട്ടാ. എന്താ ഇപ്പൊ ഈ അവസ്ഥയ്ക്ക് പറയാ? നമ്മളൊരു വലിയ മലയുടെ മുകളിൽ കയറി അതിന്റെ അഗാധമായൊരു കൊക്കയുടെ അരികിൽ ചെന്ന് നിൽക്കും പോലെ ഒരു അവസ്ഥയില്ലേ? അതാ അതിന്റെ ശരി. വീഴോ രക്ഷപ്പെടുമോ ഒന്നും അറിയാത്ത അവസ്ഥ. ചെറിയ കാറ്റിനെ പോലും ഭയക്കുന്ന അവസ്ഥ. എങ്ങോട്ട് നോക്കണമെന്നറിയില്ല. മുടി പോലും ചലിക്കാതെ നിൽക്കുന്ന ഭയാനകമായൊരവസ്ഥയല്ലേ അവിടെ ഞാനിപ്പോ നിൽക്കുന്നെന്ന് തോന്നോ?
എന്റെ മനസ്സ് അങ്ങനെ തന്നെയാണ് അർച്ചന. അത് തന്നോട് തുറന്നു പറയാൻ ഞാൻ എത്രയോ തവണ ആലോചിച്ചതാണ്. അല്ലെങ്കിൽ താനായിട്ട് അത് ചോദിക്കുന്നു കരുതി. തനിക്ക് എന്നോടുള്ള ആറ്റിറ്റ്യൂഡ് കണ്ടപ്പോ ഞാൻ അങ്ങനെ ഒരാളെ അല്ലെന്ന് തോന്നി. നീ കാണിക്കുന്നു അയ്യെന്നോ? എന്തായ്യെന്ന്? നീ എന്തിനാ അവരുടെ മുറിയിലേക്ക് ഒളിഞ്ഞു നോക്കുന്നത്? ഞാൻ ഒളിഞ്ഞു നോക്കിയൊന്നുമില്ല. അമ്മ എന്തൊക്കെയാ പറയുന്നേ? വേണ്ട വേണ്ട, ഞാൻ എല്ലാം കണ്ടു. നാണമില്ലടി നിനക്ക്? നിന്റെ അനിയനും അനിയത്തിലെ മുറിക്കകത്ത്. അതിന് ഞാനൊന്നും ചെയ്തില്ലല്ലോ. ഞാനേ ഇതിലെ അങ്ങ് പോയപ്പോഴേക്കും. പോയപ്പോ പോയപ്പോ നീ എന്താ കണ്ടേ? ആ, ഞാൻ ജനലിന്റെ വിട വന്ന് തള്ളി അടച്ചതാ. അല്ലെങ്കിൽ കൊതുക് കേറൂലേ? മതി മതി, ഒന്ന് നിർത്ത്. ഒരുപാട് കൊതുക് നീ കേട്ടണ്ട. പോ നോക്ക്, പോ. അല്ല, അമ്മ എങ്ങോട്ട് പോവാ? അമ്മ ആ, ഭൂഷമാണ് നീ കാണിക്കുന്നത്? അയ്യെന്നോ? എന്തായ്യെന്ന്? നീ എന്തിനാ അവരുടെ മുറിയിലേക്ക് ഒളിഞ്ഞു നോക്കുന്നത്? ഞാൻ ഒളിഞ്ഞു നോക്കിയൊന്നുമില്ല. അമ്മ എന്തൊക്കെയാ പറയുന്നേ? വേണ്ട വേണ്ട, ഞാൻ എല്ലാം കണ്ടു. നാണമില്ലടി നിനക്ക്? നിന്റെ അനിയനും അനിയത്തിലെ മുറിക്കകത്ത്. അതിന് ഞാനൊന്നും ചെയ്തില്ലല്ലോ. ഞാനേ ഇതിലെ അങ്ങ് പോയപ്പോഴേക്കും. പോയപ്പോ പോയപ്പോ നീ എന്താ കണ്ടേ? ആ, ഞാൻ ജനലിന്റെ വിട വന്ന് തള്ളി അടച്ചതാ. അല്ലെങ്കിൽ കൊതുക് കേറൂലേ? മതി മതി, ഒന്ന് നിർത്ത്. ഒരുപാട് കൊതുക് നീ കേട്ടണ്ട. പോ നോക്ക്, പോ. അല്ല, അമ്മ എങ്ങോട്ട് പോവാ? അമ്മ ആ, ക്ഷേത്രത്തിൽ പോവാൻ സച്ചേട്ടന് താല്പര്യമില്ലായിരുന്നു. ഇവിടെ എല്ലാരും കൂടി നിർബന്ധിച്ച് കൊണ്ടുപോയി. മനസ്സിൽ മറ്റൊരാളെ പ്രതിഷ്ഠിച്ച് എന്റെ കഴുത്തിൽ ഹാരം ഇട്ടു, കുങ്കുമം തൊട്ടു തന്നു, താലിയില് ചന്ദനവും ചാർത്തി തന്നു. ഒടുവിൽ അമ്മൂനെയും കണ്ടു. ഒക്കെ ഒരു നിമിത്തമാണ് അർച്ചന. അവളെക്കുറിച്ച് തന്നോട് പറയാമോന്ന് എനിക്കറിയില്ല. സച്ചേട്ടൻ പറഞ്ഞു. ഒത്തിരി പാവമാണ് അർച്ചന അവള്. കണ്ടില്ല താൻ? ആ രൂപം പോലെ തന്നെ ഒരു പഞ്ചപാവ. ആരും ഇഷ്ടപ്പെടുന്ന സ്വഭാവ. അങ്ങനെയാ ഞാൻ അവളെ ഇഷ്ടപ്പെട്ടത്. മംഗലശ്ശേരി വീട്ടിൽ വെച്ച് അമ്മോനെ ആദ്യം കണ്ടപ്പോ തന്നെ ആ പെരുമാറ്റവും അവളുടെ സ്നേഹത്തോടെയുള്ള സംസാരവും എനിക്കിഷ്ടായി. പിന്നീട് കുറെ പേർ ചേർന്ന് അവളെ ആക്രമിക്കാൻ ശ്രമിച്ചപ്പോ അപ്രതീക്ഷിതമായി ഞാൻ അവിടെ എത്തി. ക്ഷേത്രത്തിൽ പോവാൻ സച്ചേട്ടന് താല്പര്യമില്ലായിരുന്നു. ഇവിടെ എല്ലാരും കൂടി നിർബന്ധിച്ച് കൊണ്ടുപോയി. മനസ്സിൽ മറ്റൊരാളെ പ്രതിഷ്ഠിച്ച് എന്റെ കഴുത്തിൽ ഹാരം ഇട്ടു, കുങ്കുമം തൊട്ടു തന്നു, താലിയില് ചന്ദനവും ചാർത്തി തന്നു. ഒടുവിൽ അമ്മൂനെയും കണ്ടു. ഒക്കെ ഒരു നിമിത്തമാണ് അർച്ചന. അവളെക്കുറിച്ച് തന്നോട് പറയാമോന്ന് എനിക്കറിയില്ല. സച്ചേട്ടൻ പറഞ്ഞു. ഒത്തിരി പാവമാണ് അർച്ചന അവള്. കണ്ടില്ല താൻ? ആ രൂപം പോലെ തന്നെ ഒരു പഞ്ചപാവ. ആരും ഇഷ്ടപ്പെടുന്ന സ്വഭാവ. അങ്ങനെയാ ഞാൻ അവളെ ഇഷ്ടപ്പെട്ടത്. മംഗലശ്ശേരി വീട്ടിൽ വെച്ച് അമ്മോനെ ആദ്യം കണ്ടപ്പോ തന്നെ ആ പെരുമാറ്റവും അവളുടെ സ്നേഹത്തോടെയുള്ള സംസാരവും എനിക്കിഷ്ടായി. പിന്നീട് കുറെ പേർ ചേർന്ന് അവളെ ആക്രമിക്കാൻ ശ്രമിച്ചപ്പോ അപ്രതീക്ഷിതമായി ഞാൻ അവിടെ എത്തി. അതെന്താ സച്ചേട്ടാ? അച്ഛനും അമ്മയും തന്ന മാലയല്ലേ ഇത്? അതവര് സന്തോഷത്തോടെ സച്ചേട്ടന് തന്നല്ലേ? അല്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. അവരുടെ സന്തോഷത്തിന് ഞാനത് വാങ്ങിയല്ലോ. സത്യത്തിൽ ഇത് വാങ്ങിക്കാനുള്ള യാതൊരു യോഗ്യത എനിക്കില്ല. അവര് സ്നേഹത്തോടെ അവരുടെ മരുമകന് കൊടുത്ത സമ്മാനമാണ്. ഞാൻ അവരുടെ മരുമകനല്ലല്ലോ. അതെനിക്കും സച്ചേട്ടനും ഇല്ല അറിയും. അതുകൊണ്ടാണ് ഇതെടുക്കണ്ടെന്ന് ഞാൻ പറഞ്ഞത്. സച്ചേട്ടൻ എന്തൊക്കെ പറഞ്ഞാലും എനിക്കിതിവിടെ ഉപേക്ഷിച്ചു പോകാൻ കഴിയില്ല.
സച്ചേന് ചിലപ്പോ ഇത് വളരെ നിസ്സാരമായിരിക്കാം, പക്ഷെ എനിക്ക് അങ്ങനെയല്ല. സ്നേഹത്തിന്റെ വില ആണെന്ന് നോക്കാൻ കഴിയില്ല സച്ചേട്ടാ. ഇതിന്റെ വില ചിലപ്പോ തൂക്കി നോക്കി വിലയിടാൻ കഴിയും, പക്ഷെ ഇത് സ്നേഹം കൊണ്ട് തന്നതാ. ഞാനിതിവിടെ കളഞ്ഞിട്ട് പോയാ അച്ഛൻ്റെ അമ്മയുടെ മനസ്സ് തകരും. അത് വേണ്ട സച്ചേട്ടാ. അപ്പോ ദേവിയെ കണ്ടതിന്റെ സന്തോഷമാണല്ലേ ഏട്ടന്റെ മുഖത്ത്? അതല്ല മോളെ, ദേവി അവന്റെ കൂടെ തന്നെയുള്ള സന്തോഷം അല്ലേ മോളെ? അടിച്ചു പൊളിച്ച് രണ്ടുപേരും കൂടെ കൈയും വീശിയാണോ വന്നത്? മോശമായി പോയി എടുത്തി. പിന്നെ നീ ഇല്ലാ കുട്ടിയല്ലേ, ഇങ്കും വാങ്ങിയിട്ട് വരാ. വാങ്ങിത്തരണം. എന്റെ ഏട്ടത്തി, എന്റെ നെറ്റിയിലെ വേദന ഇതുവരെ പോയിട്ടില്ല. ആവണി കുഞ്ഞാ എന്നാ ആതിരയോ? എന്നടാ കാര്യം? എന്റെ അച്ഛ, ഞാൻ ആ വീട്ടിലേക്ക് കയറിയതും ആവണിയുടെ കയ്യിൽ നിന്നും ഫോൺ പിടിച്ചു വാങ്ങാൻ ഓടി വന്ന ആതിരെ ഞാനും തമ്മി കൂട്ടിയിടിച്ചു. ഓ, എന്റെ നല്ല ജീവനങ്ങ് പോയി. രണ്ടിനും ബുദ്ധി വികസിക്കണ്ടേ സന്ദീപൻ? ഇവിടെ വന്നാലും അവളുടെ കളി ഇതൊക്കെ തന്നെയല്ലേ? അവള് നല്ല സ്മാർട്ടാ അച്ഛാ, മിടുക്കിയ, നേരം പോകുന്ന അറിയില്ല. അതെ, ഇവിടെയും അങ്ങനെ ഒരു കൊച്ചു ആവണിക്കുട്ടിയോ കുട്ടനൊക്കെ ആവാം. ഞാൻ മാത്രമല്ല, ഈ വീട്ടിലെ എല്ലാവരും ഒരു കുഞ്ഞിനെ കാണാൻ കൊതിച്ചിരിക്കുക. നമ്മള് കയറി കുഞ്ഞെന്ന് പറഞ്ഞ് അവരെ ഇങ്ങനെ വിഷമിപ്പിക്കേണ്ട കാര്യമുണ്ടോ അച്ഛാ? അതല്ല ചേച്ചി, ഇനി താമസിച്ചാല് കുട്ടികൾ ഉണ്ടാവുമെന്ന് ഉറപ്പില്ലല്ലോ. ഒരു അമ്പിനേക്കാളും ആയുധത്തെക്കാളും മൂർച്ചയുള്ളതാ നാം പ്രയോഗിക്കുന്ന ഓരോ വാക്കും. നമ്മൾ കരുതുന്നതിനേക്കാളും പല മടങ്ങായിരിക്കും അതുണ്ടാക്കുന്ന മുറിവ്. ചേച്ചിക്ക് ഇപ്പോഴാണ് ഇതൊക്കെ തോന്നിയത്? നീ ചിന്തിച്ച അത്ര ആഴത്തിലൊന്നും ഞാൻ ചിന്തിച്ചില്ല. ഇത്രയും കാലം നീ പലതും പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഇന്ന് നീ പറഞ്ഞ ഉപയോഗിച്ച വാക്ക് അത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. വിധവ, അതല്ലേ നീ പറഞ്ഞത്? ചേച്ചി, ഞാൻ വേറൊരർത്ഥത്തിലല്ലത് പറഞ്ഞത്. അതിന് വേറെ അർത്ഥമൊന്നും ഇല്ല എനക്ക്. ഭർത്താവില്ലാത്തവൾ വിധവയാ, അത്ര തന്നെ. പക്ഷേ നീ ഒന്ന് കുറിച്ചിട്ടോ എനക്ക്. ഭർത്താവെന്നല്ല, എന്റെ കൂടെ ആരില്ലെങ്കിലും അവന്തികയുടെ ലക്ഷ്യങ്ങൾ എത്തിച്ചേരേണ്ടടുത്ത് എത്തിച്ചിരിക്കും. ഇത്രയും ധൈര്യത്തിൽ ചേച്ചി ഇരിക്കുന്നുണ്ടെങ്കിൽ എന്തോ പ്ലാൻ ചേച്ചി തയ്യാറാക്കിയിട്ടുണ്ട്. ഈ വർഷത്തെ യൂണിവേഴ്സിറ്റി റാങ്ക് ചെയ്താവായിരിക്കും അല്ലേ? ഫോട്ടോ ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ടോ പത്രത്തിൽ കൊടുക്കാനായിട്ട്? അർച്ചനടുത്തിന്റെ ഹെൽപ്പ് ഉണ്ടെങ്കിൽ ചിലപ്പോ എനിക്ക് റാങ്ക് കിട്ടിയിരിക്കും. പത്രത്തില് ഫോട്ടോയും വന്നിരിക്കും. കണ്ടറിയാം. ഏറ്റവും കുറഞ്ഞ മാർക്ക് വാങ്ങി തോറ്റതിന്റെ പേരിലാവും വാർത്ത വരുന്നത്. ആയിക്കോട്ടെ, ഞാനതങ്ങ് സഹിച്ചു. ഞാൻ തോറ്റാലും ജയിച്ചാലും അനഘിക്കെന്താ? രണ്ടുപേരും എപ്പോ നോക്കിയാലും കീരിയും പാമ്പും പോലെയാണല്ലോ. കോച്ചിങ് അർച്ചനയിട്ടെത്തിയുടെ അല്ലേ? അപ്പൊ പിന്നെ വലിയ കൊമ്പത്തെ മാർക്കൊക്കെ വാങ്ങി ഗിന്നസ് റെക്കോർഡിൽ പേര് വരാൻ സാധ്യതയുണ്ടെന്ന് പറയായിരുന്നു. ഒന്നിനും എടുത്തി പ്രതികരിക്കരുത് കേട്ടോ. മറുപടിയും പറയരുത്. അതാ ഇത്ര ധിക്കാരം. എനിക്കങ്ങനെ കേട്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ല. അസൂയ കുശും കൂടെ കൂട്ടിക്കയർത്തി ഒരാൾ രൂപമായതാ ഇരിക്കുന്നത്.
ഡീ, സ്നേഹവും ബന്ധങ്ങളും ഒന്നും മനസ്സിലാവാത്ത ബുദ്ധിയില്ലാത്തൊരു പാഴ് ജന്മം. നീ എന്താടി പറഞ്ഞത്? അവള് പറഞ്ഞിട്ട് പോയത് കേട്ടില്ലേ? ഞാനൊരു പാഴ് ജന്മാണെന്ന്. നിങ്ങൾ സമപ്രായക്കാരാണെങ്കിലും നീയല്ലേ എനിക്ക് കുറച്ചുകൂടി മുതിർന്നത്. നിനക്കെങ്കിലും ഒന്ന് അയഞ്ഞു കൊടുത്തൂടെ? ഉപദേശം വേണ്ട, ചായ മതി. ഉഫ്, ഇതിനാണോ ചായ എന്ന് പറയുന്നത്? ഈ വാട്ടവെള്ളത്തിന് എന്തുപറ്റി? ചായക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? കുഴപ്പമേ ഉള്ളൂ. തീരെ ചൂടില്ല, മധുരമില്ല, കടുപ്പമില്ല. ഛർദിക്കാൻ വരുന്നു. ചായയാണ് പോലും. അത് തണുത്തോണ്ടായിരിക്കും. ചെയ്യുന്ന ജോലിയിൽ യാതൊരു ശ്രദ്ധയില്ല. സ്വബോധത്തോടെയല്ലേ ഇതൊക്കെ ചെയ്യുന്നത്? അല്ലെങ്കിൽ ആരെങ്കിലും ചായ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെക്കുവോ? ഫ്രിഡ്ജിലോ? എന്തൊക്കെയാണ് നീ പറയുന്നേ? പിന്നെ ഇത് വായിൽ വെച്ച് കുടിക്കാൻ പറ്റണ്ടേ? നിങ്ങളുടെ വീട്ടിൽ ഉണ്ടാക്കുന്ന തരത്തിലുള്ള വാട്ട ചായ ഇവിടെ ഉണ്ടാക്കാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ അമ്പിളി ചേച്ചി ഏൽപ്പിക്കണം. എന്തിനാ എല്ലാം കൂടെ അടുക്കി പിടിച്ച് വെക്കുന്നത്? ഇതല്ലാതെ ഇവിടെ തലകീഴ് മറിയുന്ന പണിയൊന്നുമില്ലല്ലോ. എനിക്ക് വേണ്ട ഈ വേസ്റ്റ് ചായ. ആ കപ്പ് തിരിച്ചു കൊടുത്തേ. ഏട്ടത്തി എന്തിനാ കപ്പ് വാങ്ങിയത്? അത് തിരിച്ചു കൊടുക്ക. സന്ദീപ്, അത് ഒന്നുമില്ല. ഏട്ടത്തി ആ കപ്പ് തിരിച്ചു കൊടുക്ക്. അനക്കേ, നീ കപ്പ് വാങ്ങിച്ചേ. സന്ദീപ്, സന്ദീപ്, നിന്നോട് ഞാനിത് വാങ്ങാനാ പറഞ്ഞത്. വാങ്ങണേ. നീ തന്നെ ഇത് വൃത്തിയാക്കണം. ഇല്ലെങ്കിൽ ഇന്നിവിടെ നടക്കുന്നതേ വേറെ ആയിരിക്കും. കുറെ നാളെ ഞാനിത് സഹിക്കുന്നു. തുടങ്ങി. ഇതേ എന്റെ ഏട്ടത്തിയാ. നിന്റെ ഏട്ടന്റെ ഭാര്യ, അല്ലാണ്ട് നിന്റെ വേലക്കാരിയല്ല. അങ്ങനെയാണ് നിന്റെ വിചാരെങ്കിൽ അത് ഇതോടെ നിർത്തിക്കോണം. ഇനി ഇത് ആവർത്തിച്ച പോട്ടെ സന്ദീപ്. ഇനി ആരും ഒന്നും പറഞ്ഞു വഴക്ക് വേണ്ട. സഹി കെട്ടിട്ടായിട്ടെത്തി. ഒത്തിരി പറയാനുണ്ട്, വേണ്ടാന്ന് വെച്ചിട്ടാ. സ്നേഹവും ബഹുമാനും കരുതലും ഒക്കെ ചോദിച്ച് വാങ്ങേണ്ടതല്ല എനക്ക്. അതൊക്കെ ഹൃദയത്തിൽ നിന്ന് തനിയെ വരേണ്ടതാ. അത് നീ മനസ്സിലാക്കിക്കോ. നിന്റെ ഭാവി ഭർത്താവാകേണ്ടവനാ. നിന്നെക്കുറിച്ചൊരു നല്ല അഭിപ്രായം അവനുണ്ടാവണം. അവന് മാത്രം പോരാ, എല്ലാവർക്കും. നിനക്ക് ഇഷ്ടമല്ലാന്ന് പറഞ്ഞ അർച്ചനയാവും നിന്നെ സന്ദീപിനെ ഒന്നിപ്പിക്കുന്നതിൽ നിമിത്തമാവുന്നത്. ഇല്ല ചേച്ചി, ആരോട് പുറത്താലും അവളോട്, അർച്ചനയോട് എനിക്ക് ക്ഷമിക്കാൻ കഴിയില്ല. എഴുതി ഇവിടെ എന്നെ എടുക്കുക. എഴുതിക്ക് മറിക്കേ, ഞാൻ ചായ ഉണ്ടാക്കാം. സന്ദീപ് പറഞ്ഞിരുന്നെങ്കിൽ ചായ ഞാൻ കൊണ്ടുവരായിരുന്നല്ലോ. ഞാൻ ഇട്ടുതരാം. വേണ്ട, ഒരു ചായ ഉണ്ടാക്കാനൊക്കെ എനിക്ക് അറിയാമോ എന്ന് നോക്കട്ടെ. ഏട്ടത്തി ഇവിടെ നോക്കിയാ മതി. ഏട്ടത്തിക്കുള്ളത്. എനിക്കിപ്പോ ചായ വേണ്ട സന്ദീപ്. ഞാൻ അനഘയ്ക്ക് ചായ ഉണ്ടാക്കുമായിരുന്നു. ഏട്ടത്തി ഇത് കുടിച്ചേ. അവൾക്ക് വേണമെങ്കിൽ അവളൊന്ന് കുടിക്കട്ടെ. അതല്ല, എനിക്കിപ്പോ വേണ്ട. അതെന്താ, ഞാൻ ഉണ്ടാക്കിയോണ്ടാണോ? അയ്യോ, അതല്ല സന്ദീപ്. ഒന്നും പറയണ്ട, കുടിച്ചേ പറ്റൂ. ബാക്കി എല്ലാവർക്കും വേണ്ടി ചായ ഇട്ടുകൊണ്ട് നടന്ന് കുടിപ്പിക്കാൻ ഏട്ടത്തിക്ക് നല്ല മിടുക്കാണല്ലോ. ദേ പിടിച്ചേ, കുടിക്കും.
എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. എന്തായാലും ഏട്ടത്തി ഉണ്ടാക്കുന്ന ചായ അത്ര ടേസ്റ്റ് വരില്ലെന്നറിയാം. അല്ലെങ്കിൽ ഇതെല്ലാം കൂടെ ചേർത്ത് ഒരൊറ്റ പേരും കിട്ടാ പോരെ? പെൺകുട്ടിയാണെങ്കിൽ വേദക്കുട്ടി, ആൺകുട്ടിയാണെങ്കിൽ വേദക്കുട്ടൻ. നിനക്ക് കളി പറയാൻ കണ്ട നേരമാണോ ഇത്? അല്ല ചേച്ചി, ഞാൻ അങ്കിളുടെ നിഷ്കളങ്കത ഓർത്ത് പറഞ്ഞതാ. അവൾ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, എങ്ങനെ വേണമെങ്കിലും കളിയാക്കിക്കോട്ടെ. പക്ഷേ എന്റെ ആഗ്രഹം ഇതാ, മരിക്കുന്നതിന് മുമ്പ് എനിക്ക് എന്റെ പേരക്കുട്ടികളെ കാണാൻ കഴിയുമെന്ന് അറിയില്ല. അവർക്കായി ഒരു പേരെങ്കിലും തെരഞ്ഞു വെക്കാൻ എനിക്ക് അവകാശവും ആഗ്രഹവും ഉണ്ടല്ലോ. അച്ഛനിങ്ങനെ ഇമോഷണലായി കാര്യങ്ങൾ ചിന്തിക്കരുതെന്ന് പറഞ്ഞിട്ടില്ലേ? ഞാൻ ഇമോഷണൽ ആവും സച്ചി. അത് നിനക്ക് മനസ്സിലാവണമെങ്കിൽ നീ എന്റെ സ്ഥാനത്ത് വരണം. എല്ലാവരും അങ്ങനെയാണ്. ഞാൻ അച്ഛനായപ്പോഴാ മക്കളുടെ സ്വപ്നം ഉണ്ടായത്. മക്കളുണ്ടായപ്പോഴാ അവരുടെ വളർച്ചയും ഭാവിയും ചിന്തിക്കുന്നത്. അവരുടെ കല്യാണം കഴിഞ്ഞാൽ പിന്നെ അവരുടെ മക്കളെ കാണാൻ ആഗ്രഹം. അങ്ങനെ അങ്ങനെ നമ്മൾ ഏത് സ്ഥാനത്താണോ അതനുസരിച്ച് നമ്മുടെ ആഗ്രഹങ്ങളും മാറും. കുഞ്ഞെന്ന ആഗ്രഹം വേണ്ടാന്ന് പറയുന്നില്ല അച്ഛൻ. അതിനിപ്പോ മുൻകൂട്ടി നമ്മൾ പേരൊക്കെ ആലോചിച്ച് തെരഞ്ഞു വെക്കുന്നത് നല്ലതാണോ? നല്ലതോ ചീത്തയോ, അവർക്ക് ഏതായാലും കുഞ്ഞുങ്ങളുണ്ടാവുമല്ലോ. അപ്പൊ നമുക്ക് പേര് കണ്ടുവെക്കുന്നതിൽ എന്താ തെറ്റ്? കുഞ്ഞുണ്ടാകുന്നതിന് മുൻപേ കുഞ്ഞിന്റെ ജാതകം ഉണ്ടാക്കുന്ന പോലെയാണല്ലോ ഇത്. അനഘനെ മിണ്ടാതിരിക്കുന്നുണ്ടോ? അച്ഛാ, ഇതിനൊക്കെ ഇനിയും സമയമുണ്ടല്ലോ. അച്ഛൻ എപ്പോഴും ഇത് തന്നെ ആലോചിച്ചോണ്ടിരിക്കുന്ന എന്തിനാ? വേറെന്തൊക്കെ കാര്യങ്ങളുണ്ട് ആലോചിക്കാനായിട്ട്? അപ്പോ നിങ്ങൾക്ക് ആർക്കും എന്നെ മനസ്സിലാവുന്നില്ല. എന്റെ മനസ്സെന്താണെന്നോ എന്റെ വിഷമം എന്താണെന്നോ ആർക്കും അറിയില്ല. ഞാനീ പറയുന്നത് നിങ്ങൾക്കൊക്കെ തമാശയായിട്ടോ ചിലപ്പോ എന്തെങ്കിലും മനോരോഗമായിട്ടോ തോന്നുന്നുണ്ടോ?